അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്തയുടെ മുഷാവറയുടെ 1-2 മണിക്കൂർ നീണ്ട ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം CIC-യുമായി സമസ്തക്ക് ബന്ധമല്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ എത്രാമത്തെ വട്ട തലാഖിലിനാവോ? സാധാരണയിൽ ജാഹിലീയത്തിലുണ്ട് 100 വട്ടം 1000 വട്ടമൊക്കെ തലാഖ് ചൊല്ലി പെണ്ണിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിൽ 3 തലാഖ് എന്നുള്ളത് പരിധി വെച്ചത്, പിന്നെ അപ്പുറത്തേക്കില്ല എന്നുള്ളത്. ഈ തനി ജാഹിലീയത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെല്ലിയ പെണ്ണിനെ തന്നെ വീണ്ടും 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 ചെല്ലുക, ബന്ധമല്ല എന്ന് പറയാം. ഒരു കാര്യമുണ്ട്, ഈ പെണ്ണിനൊരു അധികാരമുണ്ട്. ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ബന്ധങ്ങളൊന്നും തീരെ വരുന്നില്ലെങ്കിൽ ഫസ്ഖ് ചെയ്യാൻ, കോടതിയിൽ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ജനകീയ കോടതി സമസ്തനും ഫസ്ഖ് ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. തിരിച്ചങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. പച്ചക്കളവ് പറഞ്ഞല്ലോ. CIC-യെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയത് അതിൻ്റെ ബിദഅത്ത് കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ്. അതിന് ഫിഖ്ഹുൽ മുയസ്സർ, തറാവീഹ് 8 എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു 100 വട്ടം നുണയായിരുന്നു. ബന്ധമുണ്ട് എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ഗ്രന്ഥമല്ല എന്ന് തിരിച്ചും പറയേണ്ടി വരും. സമസ്തക്ക് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു റസൂലിന് ബന്ധമില്ല എന്നോ സുന്നത്ത് ജമാഅത്തിന് ബന്ധമില്ല എന്നൊന്നും അല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ബന്ധമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നത്? 2 കാരണമാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ, രണ്ടാമത്തത് സമസ്തയുമായി ബന്ധമുള്ള ആളുകളാണ് ഈ സംവിധാനം നടത്തുന്നത്, അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളാണ്. സമസ്ത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവർക്കത് ബോധ്യപ്പെടാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. CIC-യുടെ ജനറൽ ബോഡി ആണല്ലോ ഹക്കീം ഫൈസിയെ വീണ്ടും സെക്രട്ടറി ആക്കിയത്. സമസ്ത സുന്നിസം പഠിപ്പിച്ച് എല്ലാം തികഞ്ഞ ആളുകളാണ് ഈ ജനറൽ ബോഡിയിലുള്ളത്. വാഫികളൊന്നും അല്ല ജനറൽ ബോഡിയിൽ. സ്ഥാപനങ്ങൾ നടത്തുന്നത് വാഫികളല്ലല്ലോ, നാട്ടിലെ ഉമറാക്കളും സാധാരണക്കാരുമാണ്. അവർ സമസ്തക്കാരും ഇപ്പോഴും അതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അവർ കൂടിയിട്ടാണ് ഹക്കീം ഫൈസിയെ സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. ഇതാണ് സമസ്ത നേരിടുന്ന പ്രശ്നങ്ങൾ. സമസ്ത ബന്ധമില്ല എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ചിലപ്പോൾ ശൂന്യതയ്ക്ക് പോകണമെന്നൊന്നുമില്ല. AP ബാബുവുമായിട്ട് സമസ്തക്ക് ബന്ധമൊന്നുമില്ലല്ലോ. ഇവിടെ AP ബാബു ഇവിടെ അല്ലേ. സംസ്ഥാനക്കാരായിട്ട് ബന്ധമില്ലല്ലോ, ദക്ഷിണയായിട്ട് ബന്ധമില്ലല്ലോ. ദക്ഷിണ കേരളത്തിലേക്ക് പോയി നോക്കി, ഒരു വലിയ ജില്ലയിൽ സമസ്തക്ക് ഉണ്ടാവുക 8-10 മദ്രസ ഉണ്ടാവുക, ബാക്കിയൊക്കെ ദക്ഷിണക്കാണ്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും മതപരമായിട്ട് പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നമില്ല. ഈ പിന്നാലെ കൂടുന്ന ഈ ഏർപ്പാട് നിർത്തുന്നതായിരിക്കും ഇവർക്ക് ഖൈർ. അതിന് പുറമെ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥാവോ? അങ്ങനെ ബന്ധമില്ല എങ്കിൽ സമസ്ത ആദ്യം ചെയ്യേണ്ടത് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉസ്താദുമാർ, സമസ്തയുടെ ആളുകളൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് വാഫിയിൽ, അവരോടൊന്ന് ജോലി ചെയ്യരുത് എന്ന് പറയണം. സമസ്തയുടെ പ്രവർത്തകരായ എത്രയോ ആളുകൾ അതിൻ്റെ ഉത്തരവാദിത്തത്തിലുണ്ട്, അവരോട് രാജിവെക്കാൻ വേണ്ടി പറയണം. എന്ത് തന്നെ ആയാലും ഇത് പൊളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ കരളായിയും മാനന്തവാടിയും അതുപോലെ അമീദ് ഫൈസിയും ഇതൊക്കെ പൊളിയാണെങ്കിൽ പടച്ചോന് മുന്നിൽ ഇതിന് മറുപടി പറയേണ്ടി വരും. പൊളിക്കാൻ വേണ്ടിയാണല്ലോ ഇപ്പോൾ ഇതിന് പണിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ബന്ധമില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. 4 കൊല്ലമായിട്ടിപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. വാഫിയിലുള്ള നിലവിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ പിൻവലിച്ചു, സമസ്തക്കാർ കൊണ്ടുപോയി എന്നവർ പറയണം. പുതിയ കുട്ടികളൊക്കെ ബന്ധമില്ല എന്ന് പറഞ്ഞതിന് ശേഷം വന്നതുമാണ്. ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കട്ടെ, സമസ്തക്ക് ഇതിനോട് ബന്ധമില്ല എന്നാണെങ്കിൽ, ഇതിൻ്റെ സിലബസ് ഭയങ്കര പ്രശ്നമാണെങ്കിൽ, വാഫി സിലബസിൽ 8 കൊല്ലം പഠിച്ച വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ 7 കൊല്ലം പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് സനായിയ ബിരുദം കൊടുത്തത്? സമസ്തൻ്റെ സിലബസ് അവർ പഠിച്ചിട്ടേ ഇല്ല, വാഫിയുടെ സിലബസാണ് പഠിച്ചത്. വാഫിയുടെ സിലബസിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ഇവർക്ക് സനായിയ ബിരുദം കൊടുക്കും, സനായി ബിരുദം കൊടുക്കും? വളരെ കാപ്പട്യമാണിത്. ആളുകളെ പൊട്ടീസാക്കാനും മണ്ടന്മാരാക്കാനുമുള്ള ശ്രമങ്ങളാണ്. അള്ളാഹു ഈ സംവിധാനത്തെ വളർത്തട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം.